ഹായ് കൂട്ടുകാരെ, ഷോ ആൻഡ് ഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മീനച്ചാറിടാം. ഇത് നമ്മുടെ നാട്ടിലിപ്പോൾ വളരെയധികം സുലഭമായി കിട്ടുന്ന ചൂടയാണ്. ഞങ്ങളുടെ നാട്ടിലിതിനെ ചൂട എന്നാണ് പറയുക. ചിലയിടത്ത് കൊഴുവ, ചിലയിടത്ത് നെത്തോലി എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്ത് പേരാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് നമുക്ക് 1 കിലോ മീനുണ്ടത്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. അത് നമുക്ക് ആദ്യം മസാല പുരട്ടാം. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി നമ്മളത് മസാല പുരട്ടി വയ്ക്കുക. മീനും കൂട്ടി മസാല പുരട്ടി വയ്ക്കുക. ഒരു 10-15 മിനിറ്റോളം അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അത് കഴിഞ്ഞ് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഈ മീൻ വറുത്ത് കോരിയെടുക്കാം. നല്ലപോലെ മുരിയണ്ട, എന്നാലും ആ വെള്ളമായോ എല്ലാം പോയി ഒരു നമുക്കറിയാമല്ലോ മീൻ വറക്കുന്ന ഒരു പാകമുണ്ടല്ലോ, ആ പാകത്തിന്. അതിന് ശേഷം നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് നമ്മൾ മീൻ വറുത്ത് കോരിയ എണ്ണ ബാക്കി ഉണ്ടാവില്ല, അത് തന്നെ ഇട്ട് അതിലേക്ക് കടുകിടുക. കടുക് വറുത്ത് പൊട്ടിയതിന് ശേഷം നമുക്കതിനകത്തോട്ട് വറ്റൽമുളക് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് ഫ്രൈ ആക്കി എടുക്കുക. അതിന് പുറകെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്, അതും ഒരു ബ്രൗൺ കളറാകുമ്പോഴേക്കും അതിനകത്തോട്ട് ഇഞ്ചി ഇടുക. ഇഞ്ചി അതുപോലെ മൂപ്പിച്ചെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് അതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് നല്ലപോലെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ച് ചൂടായി തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ച് മീൻ ഇട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കുക. കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി ഓഫാക്കി വയ്ക്കുക. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ മീനച്ചാർ തയ്യാറായി. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.